ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അങ്ങനെ വീണ്ടും മറ്റൊരു വീഡിയോ ആയി ഞാൻ വന്നിരിക്കുന്നു. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഫെബ്രുവരി 14 ഗോവയ്ക്ക് പോയിരുന്നു. ആ ഒരു ട്രിപ്പിൻ്റെ വീഡിയോ ആണ്. ആക്ച്വലി യൂട്യൂബിൽ ഇടാൻ എന്ന രീതിയിൽ ഞാൻ എടുത്തതല്ല, അതുകൊണ്ട് തന്നെ കുറച്ച് ഭാഗങ്ങളൊക്കെ മിസ്സിങ് ഉണ്ടാവും. ബട്ട് സ്റ്റിൽ എനിക്ക് ആ ഒരു വീഡിയോ മിസ്സ് ചെയ്യാനായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ അതൊക്കെ കുറേ കളക്ട് ചെയ്തിട്ടൊരു വീഡിയോ ആക്കിയതാണ്. നമ്മൾ ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് ഫെബ്രുവരി 13 ഓക്ക എക്സ്പ്രസ്സിന്. അതും നൈറ്റ് ഒരു 8:30 ക്യാപ്പിലായിരുന്നു ഓൾമോസ്റ്റ് ട്രെയിനിൻ്റെ ടൈമിങ്. അപ്പോൾ വാലൻറ്റൈൻസ് ഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ ഫ്ലവറൊക്കെ നേരത്തെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു ഫാമിലി ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു രീതിയിലും ബോറടി ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇറങ്ങിയത് മഡ്ഗോണിലല്ല, തിവിയത്തിലാണ്. ബിക്കോസ് നമ്മൾ പോകുന്നത് പപ്പയുടെ കസിൻ്റെ വീട്ടിലോട്ടാണ്. അങ്കിളവിടെ വർഷങ്ങളായിട്ട് സെറ്റിൽഡാണ്. അപ്പം നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ കാണുന്ന ആരൊക്കെയാണെന്നല്ലേ, വേറെ ആരുമല്ല, ഇതാണ് ഡൂഡും ലുലുവും. ലുലു എന്ന് പറയുന്നത് അങ്കിളുടെ മോളുടെ കുട്ടിയാണ്. പിന്നെ ഉച്ചയ്ക്ക് ആൻറ്റിയുടെ മട്ടൻ കറിയൊക്കെ കൂട്ടി നടാൻ അടിപൊളിയായിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു കേട്ടോ. പിന്നെ രാത്രി ആയപ്പം അപ്പാർട്ട്മെൻറ്റിൽ അടുത്ത് തന്നെയുള്ള പാർക്കിൽ പോയി ഡൂണും ലുലുവൊക്കെ ഒന്ന് കളിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ആ ഒരു ദിവസം ഞങ്ങൾ അങ്ങനെ അങ്ങ് സ്പെൻഡ് ചെയ്തു. ഗുഡ് മോർണിംഗ്. നമ്മുടെ 2 ദിവസം ഇവിടെ എങ്ങനെ സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് അങ്കിൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കൊരു ട്രാവൽ ഏജൻസീനെ അറേഞ്ച് ചെയ്ത് തന്നിരുന്നു. അവിടെ രാവിലെ ഒരു 9 o'clock ആയപ്പോൾ തന്നെ നമ്മുടെ വീട്ടിൽ വണ്ടി വന്നു. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നേരെ ആ വണ്ടിയിൽ കയറി യാത്ര തുടങ്ങി. നമ്മുടെ ഗൈഡ് ഒരു മലയാളിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് ലാംഗ്വേജ് പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല കമ്പനിയുമായിരുന്നു. ആൾ ഓരോ സ്ഥലങ്ങളും ഇവിടെ വന്നതിൻ്റെ കാര്യങ്ങളും അങ്ങനെ എല്ലാം പറഞ്ഞറിഞ്ഞാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു ക്ലിയർ പിക്ചറൊക്കെ കിട്ടിയിരുന്നു. നമ്മൾ ആക്ച്വലി ചെന്നത് നോർത്ത് ഗോവയിലായിരുന്നു. സൗത്ത് ഗോവ അങ്ങനെ കുറച്ച് ഏരിയാസാണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പോയത് മിറാമർ ബീച്ചിലാണ്. ഈ ഒരു ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആക്ച്വലി ഡോൾഫിൻസിനെ കാണാനായിട്ട് പോസിബിളാണ്. അപ്പം അങ്ങനെ ഡോൾഫിൻസിനെ കാണാനായിട്ടാണ് ഈ ആൾക്കാർ മുഴുവൻ ഈ ബോട്ടിൽ ഇപ്പോൾ പോകുന്നത്. പിന്നെ ഡോൾഫിനെ കാണാനായിട്ട് എനിക്ക് എക്സൈറ്റ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു ബോട്ടിൽ പോകുന്നത്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിരിക്കുന്ന സോങ് എല്ലാം കൂടി വന്നപ്പോഴത്തേക്കും നല്ല വൈബായിരുന്നു. ഗോവയുടെ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് മോസ്റ്റ്ലി എല്ലാവർക്കും അറിയാമല്ലോ. ആവശ്യത്തിൽ കൂടുതൽ ഡ്രിങ്ക്സ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഈവൻ ഈ ബോട്ടിലാണെങ്കിലും ബിയർ ക്യാൻസും എല്ലാം അവൈലബിൾ ആയിരുന്നു. നമുക്ക് എമൗണ്ട് യൂഷ്വലി ഉള്ളതിലും കുറച്ച് കൂടുതലായിരിക്കും. ബട്ട് സ്റ്റിൽ എല്ലാവരും അത്യാവശ്യം വാങ്ങുന്നുണ്ടായിരുന്നു. आवाज नहीं करने का, देखो देखो. നമ്മൾ ഈ പോയ ബോട്ടിലൊന്നും തന്നെ മലയാളീസ് ഉണ്ടായിരുന്നില്ല. പിന്നെ അവർ കൂടുതലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അവരുടെ ഓൺ ലാംഗ്വേജ് തന്നെയാണ്. കുറേയൊക്കെ കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാവില്ല, ബട്ട് സ്റ്റിൽ അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ ഈ ബോട്ടിലെ ഗൈഡ് കുറേ വ്യൂ പോയിന്റ്സ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സെൻട്രൽ ജയിൽ, അതുപോലെ ജിമ്മി ഗാർഡ്ലർ ബംഗ്ലാവ്, ദെൻ അഗുഡ ഫോർട്ട്, അങ്ങനെ പലതും. ആൻഡ് ഇറ്റ്സ് ഫെബ്രുവരി 15 ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇവരെന്നെ വിഷ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ സോങ്സ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഓൺ വോയിസ് കൊടുത്തത്. അത്യാവശ്യം നല്ല കുറേ ലൊക്കേഷൻസ് ആയതുകൊണ്ട് നമ്മൾ കുറേ നല്ല നല്ല ഫോട്ടോസൊക്കെ എടുത്തു. ഒരു പോയിന്റ് പോലും നമ്മൾ മിസ് ചെയ്തില്ല. പിന്നെ അവിടെ നമ്മൾ പോയത് ഡോണാപോള വ്യൂ പോയിന്റിലോട്ടാണ് കേട്ടോ. ആ വ്യൂ പോയിന്റിലോട്ട് കുറച്ച് നടന്നാണ് പോകുന്നത്. ആ പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് കഫേസും അതുപോലെ ചെറിയ പബ്ബും ഒക്കെ ആയിട്ടുണ്ട്. എല്ലാം ആക്റ്റീവ് ആവുന്നത് ഈവനിങ് ആണ്. ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു പോയിന്റ് പോലും നമ്മൾ മിസ്സാക്കിയില്ല കേട്ടോ. കുറേ ഫാമിലി ഫോട്ടോ, ഇൻഡിവിജ്വൽ ഫോട്ടോ അങ്ങനെയൊക്കെ കുറേ എടുത്തു കേട്ടോ. അപ്പോഴേക്കും ഏകദേശം സമയം ഉച്ചയായിരുന്നു. നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് വന്നു. ഗോവൻ സ്പെഷ്യൽ മീൽസ് അന്വേഷിച്ചാണ് നമ്മൾ വന്നത്. നമ്മുടെ ഗൈഡ് നല്ലൊരു അടിപൊളി സ്ഥലത്ത് തന്നെയാണ് നമ്മളെ കൊണ്ടുവന്നത്. ഇവിടെ ഞാൻ ഓർഡർ ചെയ്തത് ഫിഷ് താലി മീൽസ് ആണ് കേട്ടോ. ഇവിടുന്ന് കിട്ടുന്ന ഫിഷ് ആക്ച്വലി ഒരു റവയുടെ കോട്ടിംഗ് ഉണ്ട് കേട്ടോ. എല്ലാവരും പല ഐറ്റംസ് ഓർഡർ ചെയ്തുകൊണ്ട് തന്നെ നമുക്കെല്ലാം ടേസ്റ്റ് ചെയ്യാൻ പറ്റി. ഉച്ചക്ക് ഊണ് കഴിഞ്ഞാൽ ഒരു മുറുക്ക് അത് പതിവാ. പൂര ഇറക്കിക്കോ. സോ ദ നെക്സ്റ്റ് പ്ലേസ് ഈസ് ബസിലിക്ക ബോം ജീസസ് ഓൾ ചർച്ച്. അവിടെ കൂടുതലും വീഡിയോസും ഫോട്ടോസും അലൗഡ് അല്ല, ബട്ട് സ്റ്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതെല്ലാം നമ്മൾ നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്ത് ഫോട്ടോയൊക്കെ എടുത്തു. അവിടെ ഒരു മാരേജ് ഫംഗ്ഷൻ ഓൺഗോയിങ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയൊക്കെ കാർ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഓൾഡ് മോഡൽ കാറായിരുന്നു. അപ്പോൾ ആ ഒരു കാറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് വിൻറ്റേജ് ടൈപ്പ് ഫോട്ടോസൊക്കെ ഞാൻ എടുത്തു കേട്ടോ. വാട്ട്സ് നെക്സ്റ്റ് അല്ലേ. അപ്പോൾ അങ്കിൾ വൈകുന്നേരം നമുക്കൊരു ക്രൂസ് ബോട്ടിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. റിവർ മണ്ടോവേ അവിടെയായിരുന്നു. മോസ്റ്റ്ലി എല്ലാ ക്രൂസും സ്റ്റാർട്ടിങ് വരുന്നത് ഇവിടെ നിന്ന് തന്നെയാണ്. ആൻഡ് ഓൺ ദിസ് വേ യു ക്യാൻ സീ ലോഡ്സ് ഓഫ് കാസിനോവാസ്. അപ്പോൾ നമ്മൾ ഓൺ ടൈമിൽ തന്നെ ബോട്ടിലൊക്കെ കയറി. ആക്ച്വലി കുറച്ച് സെറ്റ് ഓഫ് കോളേജ് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ വൈബ് വേറൊരു ലെവലായിരുന്നു. ഈ ടിക്കറ്റ്സ് എല്ലാം തന്നെ പ്രീ ബുക്ക്ഡ് ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാനോ ടിക്കറ്റ് എടുക്കാനോ ഒന്നും തന്നെ നിൽക്കേണ്ട വന്നില്ല. ഈ ബോട്ടിൽ തന്നെ DJയും ദെൻ ഫുൾ ഓൺ ഡാൻസ് പെർഫോമൻസ് അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ഈ ഡാൻസ് എന്ന് പറയുമ്പോൾ ട്രഡീഷണൽ ഗോവൻ സ്റ്റൈൽ ഡാൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ.
പിന്നെ ഇതിൽ DJ ഒക്കെ ഉണ്ടായിരുന്ന സോങ്സ് പറയുന്നത് നമ്മളത്ര ഫെമിലിയർ ആയിട്ടുള്ള സോങ് ഒന്നും അല്ലായിരുന്നു. ബട്ട് സ്റ്റിൽ നമുക്ക് മനസ്സിലായ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്നതായിട്ടുള്ള സോങ്സ് നമ്മൾ മാക്സിമം നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തു. ഈ ഒരു ഇതിലും ഡ്രിങ്ക്സും എല്ലാം തന്നെ അവൈലബിൾ ആണ്. ഈവൻ കുട്ടികൾക്കൊക്കെ സ്നാക്സ് അങ്ങനെ പല പല ഐറ്റംസ് ഉണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിലും വാങ്ങാം. ബട്ട് സ്റ്റിൽ പുറത്തുള്ളതിനേക്കാൾ എക്സ്പെൻസ് കൂടുതലായിരിക്കും എന്ന് മാത്രം. ബട്ട് നോട്ട് ദാറ്റ് മച്ച് എക്സ്പെൻസീവ്. ഇവിടെ നമുക്കൊരു ടീം ബിയറിന് 100 റുപ്പീസ് അല്ല 150 ആണെങ്കിൽ ഇവിടെ ഒരു 200-250 ആ റേഞ്ചാണ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വെള്ളം വാങ്ങിച്ച് കുടിക്കുന്നതിലും നല്ലത് അല്ലെങ്കിൽ അതിലും വിലക്കുറവ് ഈ പറയുന്ന ഡ്രിങ്ക്സിനാണെന്ന് തന്നെ പറയാം. രാത്രി ആയപ്പോഴത്തേക്ക് ഇതിൻ്റെ ചുറ്റും നല്ല അടിപൊളിയായിരുന്നു. ബിക്കോസ് ഒരുപാട് ക്രൂസുകളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബോട്ടിങ്ങും ഇതെല്ലാം കഴിഞ്ഞ് അപ്പാർട്ട്മെൻറ്റിൽ തിരിച്ചു വന്നു. അപ്പോൾ അങ്കിളും ആൻറ്റിക്കും ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അവരതിന് പോയതിന് ശേഷം തിരിച്ചു വന്നതേ ഉള്ളൂ. അങ്ങനെ ഇന്നത്തെ ഒരു ഡിന്നർ നമുക്ക് പുറത്തു നിന്നാകാമെന്ന് പറഞ്ഞിട്ട് നമ്മളൊന്ന് പുറത്ത് പോവാണ്. ഞാൻ പറഞ്ഞില്ല അങ്കിളുടെ മോളുടെ കുട്ടിയാണ് ലുലുവിന് ഇളയ ഒരാളും കൂടിയുണ്ട്. ആൾ ഭയങ്കര ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പുറത്ത് പോകാനായിട്ടൊന്നും നമ്മുടെ സോനയും ലുലു ഒന്നും വന്നിരുന്നില്ല കേട്ടോ. നൗ വി ആർ അറ്റ് രോഹിത് റെസ്റ്റോറൻറ്റ്. ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ഈവൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലായിടത്തും ഡ്രിങ്ക്സ് ഓൾവേസ് അവൈലബിൾ. ഗോവയിൽ വന്നാൽ പിന്നെ നമ്മളിങ്ങനെ ഫെന്നി ട്രൈ ചെയ്യാതിരിക്കും. സോ ഓഫ് കോഴ്സ് നമ്മുടെ ഇവിടെ വന്നതിന് ശേഷം കുഞ്ഞമ്മ പാപ്പൻ്റെ വൈഫാണ്. കുഞ്ഞമ്മ ഫെന്നി ട്രൈ ചെയ്തു. അതിൻ്റെ ഒരു ഹാങ് ഓവറിലിരിക്കുന്നതാണിത്. ഞാനും ട്രൈ ചെയ്തു കേട്ടോ. അങ്ങനെ ഫെന്നി വിത്ത് ലിംക. കൂൾ, കുഴപ്പമില്ലായിരുന്നു. എല്ലാവരും പറയുന്ന പോലെ ഗോവയിൽ പോയ ഫെന്നി ട്രൈ ചെയ്യണമെന്നും പറഞ്ഞിട്ട് ഞാൻ ആ ഒരു എക്സ്പെക്റ്റേഷനിൽ ട്രൈ ചെയ്തതാണ് കേട്ടോ. പക്ഷേ എനിക്കങ്ങനെ വലിയ വാവ് ഫാക്ടറൊന്നും തോന്നിയില്ല. കുഴപ്പമില്ല സംഭവം. സോ വി ജസ്റ്റ് ഹാഡ് സം ചിറ്റ് ചാറ്റ്. അങ്ങനെ കുറേ വർത്താനമൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഇതിൻ്റെ ഇടയ്ക്ക് ക്രിക്കറ്റ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ കണ്ട് ഇന്നത്തെ ദിവസം ഫുള്ളി ആക്ച്വലി യാത്രയിലായിരുന്നെങ്കിലും നമുക്ക് അത്ര ഒരു ക്ഷീണമൊന്നും തോന്നിയിരുന്നില്ല കേട്ടോ. ബിക്കോസ് അങ്ങനെ ഭയങ്കരമായ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ടൈം ആയതുകൊണ്ട് ഗോവയിൽ ചൂട് കാണുമെന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ലൊരു ദിവസമായിരുന്നു. സോ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഒരു കേക്കൊക്കെ അവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ കേക്കൊക്കെ കട്ട് ചെയ്ത് ലുലു നമ്മൾ വരാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ആളുടെ കുറച്ച് നേരം ഡൂഡും ഞങ്ങളൊക്കെ കളിച്ച് അങ്ങനെ ഒന്ന് വെറുതെ ഇരുന്ന് കൂടി ഒരു പാട്ടൊക്കെ കേട്ട് ആ രാത്രി അങ്ങനെ അങ്ങ് സ്പെൻഡ് ചെയ്തു. സോ ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഫസ്റ്റ് പോകുന്നത് കല്ലാങ്കുത്ത് ബീച്ചിലോട്ടാണ്. ഓൺ ടൈമിൽ തന്നെ നമ്മൾ പിക്ക് ചെയ്യാനായിട്ട് അക്ഷയ വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും കല്ലാങ്കുത്ത് ബീച്ച് ഒരു നൈറ്റ് വൈബുള്ള ബീച്ചാണ് കേട്ടോ. നമ്മൾ പോവുകയാണെങ്കിൽ നൈറ്റ് ടൈം തന്നെ പോവാം. നമ്മൾ പിന്നെ ഒരു ഫാമിലി ട്രിപ്പ് ആയതുകൊണ്ടും നമ്മൾ അങ്കിളായിട്ടൊക്കെ സ്പെൻഡ് ചെയ്യേണ്ടതുകൊണ്ടും ആ ഒരു പ്ലാൻ മാറ്റി നമ്മൾ രാവിലെയാണ് പോയത്. ഒരു ബീച്ച് ആക്ടിവിറ്റീസിനും ഷോപ്പിങ്ങിനും പറ്റിയ ഏരിയ ആണ് കേട്ടോ. സെയിം നമ്മൾ കുറേ ഫോട്ടോസ് എടുത്തു, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ പയ്യെ അവിടെ നിന്ന് ഇറങ്ങി. അടുത്ത് നമ്മൾ വന്ന് അഗൂഡ ഫോർട്ടിലായിരുന്നേ. വെയിലൊക്കെ ചെറിയ രീതിയിലുണ്ടായിരുന്നു. പക്ഷെ അത്ര ക്ഷീണമൊന്നും തോന്നിയില്ല. നമ്മൾ കുറേ ഈ ഉപ്പിലിട്ട ഐറ്റംസ് ഒക്കെ ഇല്ല, അത് ഒരുപാട് ഇവിടെ അവൈലബിൾ ആണ്. പൈനാപ്പിൾ, മാംഗോ, അങ്ങനെ കുറേ ഐറ്റംസ് കേട്ടോ. പിന്നെ അതൊക്കെ വാങ്ങിച്ച് നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ട് കിടന്നു കഴിഞ്ഞാൽ നമുക്കങ്ങനെ ബോറടിയോ ക്ഷീണമോ ഒന്നും തന്നെ തോന്നത്തില്ല കേട്ടോ. എന്താ പറഞ്ഞത്? എന്നേട്ടാ പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ല. ഡയമണ്ടിന്റെ പോലെ എന്തോ പറഞ്ഞല്ലോ പപ്പ. കടല ഡയമണ്ടുകാരൻ്റെ റൂം വീടവിടെയില്ല. അത് കാണാൻ പറ്റും. നേരത്തെ കണ്ടതെന്ന് പറഞ്ഞാൽ ജിമ്മി ഗാറ്റ്ലർ ബംഗ്ലാവ്, അതായത് ഒരു ഡയമണ്ട് മെർച്ചൻ്റെ ബംഗ്ലാവാണ് കേട്ടോ കണ്ടത്. സോ 40 നമ്മൾ പിന്നെ നേരെ തിരിച്ച് അധികം ലാഗില്ലാണ്ട് തന്നെ ഇറങ്ങി. നമുക്ക് ഇന്ന് നൈറ്റാണ് കേട്ടോ ട്രെയിൻ. അപ്പോൾ പോകുന്നതിന് മുന്നേ തന്നെ കുറച്ച് സാധനങ്ങൾ എന്തായാലും വാങ്ങിക്കാനുണ്ടല്ലോ. അപ്പോൾ വാങ്ങിക്കാൻ കയറിയപ്പോൾ ഇതുപോലെ കുറേ ഐറ്റംസ് അവിടെ കണ്ടു. പിന്നെ ഗോവയിൽ വന്നാൽ മിസ്സാക്കാൻ പറ്റാത്തൊരു ബീച്ചിലുണ്ട്, അഞ്ജന ബീച്ച്. അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ, അതായത് വില പേശി വാങ്ങാൻ പറ്റുന്ന കുറേ ഐറ്റംസ് ഉണ്ട്. ഞാൻ നമ്മുടെ കല്ലാങ്കുത്ത് ബീച്ചിൽ കണ്ട കുറേ ഐറ്റംസിന് ഇവിടെ വില പേശി എനിക്ക് കുറച്ചുകൂടെ റേറ്റ് കുറച്ച് വാങ്ങിക്കാൻ പറ്റി കേട്ടോ. പിന്നെ ഗോവയിൽ വന്ന് ട്രൈ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ച മറ്റൊരു ഐറ്റമാണ് കേട്ടോ ഇത്. ഇവർ പെട്ടെന്ന് തന്നെ ഫിനിഷ്. 50 രൂപയാണ് ഈ ഒരു ലെയറിന് മുടി ചെയ്തതിന്. സോ അവിടെ നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ചെയ്തു, കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അപ്പോഴേക്കും ഉച്ചയായിരുന്നു. നമ്മൾ ലഞ്ച് കഴിക്കാമെന്ന് പറഞ്ഞു പോന്നു. ഞാൻ വീണ്ടും താലി മീൽസ് തന്നെയാണ് ട്രൈ ചെയ്തത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിലോട്ട് പോന്നു. Which game? Hey.
അങ്ങനെ നമ്മുടെ ഗോവ ട്രിപ്പൊക്കെ കഴിഞ്ഞു. നമ്മൾ എല്ലാവരോടും ബൈ ബൈ ഒക്കെ പറഞ്ഞ് കുറേ ഫോട്ടോയൊക്കെ എടുത്ത് അപ്പം നൈറ്റ് നമ്മൾ ട്രെയിനിൽ കയറി. തിരിച്ച് നമ്മളിങ്ങ് പോകുന്നത് നേത്രാവതി എക്സ്പ്രസ്സിനായിരുന്നു. ട്രെയിൻ രാത്രി ഒരുപാട് ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ കയറിയതേ കിടന്നുറങ്ങി. പിന്നെ രാവിലെ ആയപ്പോഴാണ് കണ്ണുറങ്ങണേ. പിന്നെ അങ്ങോട്ട് പോയപ്പോൾ ആവശ്യമൊന്നും ഇങ്ങോട്ട് വന്നപ്പോൾ ഇല്ല കേട്ടോ. ആ കെട്ടിയ തലയിലുള്ള സാധനം എല്ലാം അടുത്ത ദിവസം ഓഫീസിൽ പോകേണ്ടതുകൊണ്ട് അപ്പോൾ തന്നെ ഞാൻ ചേട്ടനെ കൊണ്ട് അയപ്പിച്ചു. അപ്പോഴേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്. മറ്റു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.